അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1262. സൂറത്തുൽ അംഫാൽ 34 മുതൽ 38 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما لهم ألا يعذبهم الله وهم يصدون عن المسجد الحرام وما كانوا أولياءه إن أولياؤه إلا المتقون ولكن أكثرهم لا يعلمون وما كان صلاتهم عند البيت إلا مكاء وتصدية فذوقوا العذاب بما كنتم تكفرون إن الذين كفروا ينفقون أموالهم ليصدوا عن سبيل الله فسينفقونها ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون ليميز الله الخبيث من الطيب ويجعل الخبيث بعضه على بعض فيركمه جميعا فيجعله في جهنم أولئك هم الخاسرون قل للذين كفروا إن ينتهوا يغفر لهم ما قد سلف وإن يعودوا فقد مضت سنة الأولين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وما لهم അവർക്കെന്ത് കാരണമാണുള്ളത്? അല്ലാ യുഅദ്ദിബഹുമുല്ലാഹു, അല്ലാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ. വഹും അവരാവട്ടെ യസുദ്ദൂന അനിൽ മസ്ജിദിൽ ഹറാം, പവിത്ര പള്ളിയായ മസ്ജിദുൽ ഹറാമിനെ തൊട്ട് അവർ ജനങ്ങളെ തടയുന്നു. വമാ കാനു ഔലിയാഅഹു, അവരാണെങ്കിലോ അതിന്റെ അധികാരികളല്ലതാനും. ഇന്ന ഔലിയാഅഹു ഇല്ലൽ മുത്തഖൂൻ, നിശ്ചയം ആ പരിശുദ്ധ പള്ളിയുടെ അധികാരികൾ ഭക്തന്മാര് മാത്രമാകുന്നു. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷെ അധിക പേരും കാര്യങ്ങൾ അറിയുന്നില്ല. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി, കഅബാലയത്തിന്റെ അടുത്ത് അവരുടെ നിസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥന അതായിരുന്നില്ല. ഇല്ല മുക്കാഅം വ തസ്ദിയ, ചൂളം വിളിയും കൈകൊട്ടുമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അവരുടെ നിസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥന, ആരാധന എന്നൊക്കെ പറഞ്ഞാൽ അത് കൈകൊട്ടും ചൂളം വിളിയും മാത്രമായിരുന്നു. ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, അതിനാൽ നിങ്ങൾ നിഷേധികളായ കാരണത്താൽ അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ രുചിക്കുക എന്ന് അവരോട് പറയപ്പെടും. ഇന്നല്ലദീന കഫറു, നിശ്ചയം സത്യനിഷേധികൾ, യുംഫിഖൂന അംവാലഹും, അവരുടെ സമ്പത്ത് അവർ ചെലവഴിക്കുന്നു, ലിയസുദ്ദു അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ അവർ തടയാൻ വേണ്ടി. ഫസയുംഫിഖൂനഹ, ആ സമ്പത്ത് അവർ ചെലവാക്കും. സുമ്മ തകൂന അലൈഹിം ഹസ്റത്തൻ, എന്നിട്ടത് അവരുടെ മേലിൽ ഖേദമായി മാറുകയും ചെയ്യും. സുമ്മ യുഗ്ലബൂൻ, പിന്നീട് അവർ പരാജയപ്പെടുത്തപ്പെടുകയും ചെയ്യും. വല്ലദീന കഫറു ഇലാ ജഹന്നമ യുഹ്ശറൂൻ, സത്യനിഷേധികളായ ആളുകൾ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്? ലിയമീസല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബി, അല്ലാഹു സുബ്ഹാനഹു വ തആല ചീത്തയെ നല്ലതിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി. വയജഅലൽ ഖബീസ ബഅളഹു അലാ ബഅളിൻ, ചീത്തയിൽ നിന്ന് ചിലത് ചിലതിന്റെ മേലാക്കാനും. ഫയർക്കുമഹു ജമീഅ ഫയജഅലഹു ഫി ജഹന്നം, എന്നിട്ട് അത് കൂമ്പാരമാക്കി, ഒന്നിച്ചു കൂമ്പാരമാക്കി നരകത്തിലിടാനും ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഉലൈക ഹുമുൽ ഖാസിറൂൻ, ആ ആളുകൾ പരാജയപ്പെട്ടവർ തന്നെയാകുന്നു. ഖുൽ ലില്ലദീന കഫറു, സത്യനിഷേധികളോട് നബിയെ അങ്ങ് പറയുക, ഈ യന്തഹു, നിങ്ങൾ ഇത്തരം വേണ്ടാത്തരങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണെങ്കിൽ, യുഗ്ഫർ ലഹും മാ ഖദ് സലഫ, നേരത്തെ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ അരുതായ്മകൾ മാപ്പാക്കപ്പെടും, പൊറുക്കപ്പെടും. വയ്യഴുതു, ഇനി ഇതേ തിന്മയിലേക്ക് തന്നെ മടങ്ങാനാണ് പരിപാടിയെങ്കിലോ, ഫഖദ് മലത്ത് സുന്നത്തുൽ അവ്വലീൻ, ആദ്യകാലക്കാരിലുള്ള പതിവ് കഴിഞ്ഞുപോയിട്ടുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ
കൃത്യമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ ഉള്ളതുകൊണ്ടാണ് എന്ന് സൂചിപ്പിച്ചല്ലോ. എന്നിട്ട് അല്ലാഹു പറയാണ്, യഥാർത്ഥത്തിൽ അവർ ശിക്ഷ കിട്ടേണ്ടവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ അവർ ശിക്ഷ കിട്ടേണ്ടവർ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ധാരാളം അരുതായ്മകൾ അവർ ചെയ്തിരുന്നു എന്ന് വിശദീകരിക്കുകയാണ്. അതാണ് ഒമാലഹും, അവർക്ക് എന്തുണ്ട് ന്യായം, അല്ലാ യുഅദ്ദിബഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്തുണ്ട് അവർക്ക് ന്യായം? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? യുഖ്ബിറു തആല, ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, അല്ലാഹു തആല അറിയിക്കുന്നത് അന്നഹും അഹ്ലുൽ യുഅദ്ദബഹും, അവർ ശിക്ഷിക്കപ്പെടാൻ അർഹരാണ്. വലാകിൻ ലം യുഖി ദാലിക ബിഹിം, പക്ഷെ അല്ലാഹു തആല ശിക്ഷ അവരെ നടപ്പാക്കിയില്ല. ലിബറക്കത്തി മുഖാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അളുഹുരിഹിം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്ന കാരണത്താൽ. വലിഹാദാ ലമ്മാ ഖറജ മിൻ ബൈന അളുഹുരിഹിം, അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടപ്പോൾ, അഥവാ മദീനയിലേക്ക് തങ്ങൾ പലായനം ചെയ്തപ്പോൾ, ഔഖ അല്ലാഹു ബിഹിം ബഅസഹു യൗമ ബദരിൻ, ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ അവരിലേക്ക് ഇറക്കി കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അന്ന് അവരുടെ നേതാക്കന്മാർ പലരും കൊല്ലപ്പെടുകയും ധാരാളം ആളുകൾ തടവുപുള്ളികളാക്കി പിടിക്കപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവരോട് ഇസ്തിഗ്ഫാർ, പാപമോചനം നടത്താൻ അല്ലാഹു തആല ഉണർത്തി. കാരണം അവർ ഒരുപാട് അരുതായ്മകളും തെറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നൊക്കെ പിന്മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവർ ശിക്ഷിക്കപ്പെടാൻ അർഹർ തന്നെയാണ്. പിന്നെ ശിക്ഷ കിട്ടാതെ പോയതിന്റെ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന കാരണം കൊണ്ടാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഖുർആൻ വിശദീകരിക്കുന്നത്. കാരണം ശിക്ഷിക്കപ്പെടാൻ അർഹരാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തെറ്റുകളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് വഹും യസുദ്ദൂന അനിൽ മസ്ജിദിൽ ഹറാം, അവർ മസ്ജിദുൽ ഹറാമിനെ തൊട്ട്, പരിശുദ്ധ പള്ളിയെ തൊട്ട് ജനങ്ങളെ തടയുകയാണ്. ഒമാക്കാനു ഔലിയാഹു, യഥാർത്ഥത്തിൽ അവർ അതിന്റെ അധികാരികളല്ലതാനും. ഞങ്ങൾ കമ്മിറ്റിക്കാരാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മസ്ജിദുൽ ഹറാമിന്റെ അധികാരം കൈയാളാനുള്ള ഒരു യോഗ്യതയും അവർക്കില്ല. എന്നിട്ടും അവർ ജനങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ഉംറക്ക് വന്നപ്പോൾ തടഞ്ഞതിനെ കുറിച്ചാണിതെന്നും, ഇനി കഅബാലയത്തിനടുത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ അതിന് തടസ്സമുണ്ടാക്കുന്നതിനെ കുറിച്ചാണെന്നുമെല്ലാം പണ്ഡിതന്മാരിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാം അതിൽ പെടും. എന്തായാലും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആളുകളെ തടയുന്ന ഈ ആളുകൾ യഥാർത്ഥത്തിൽ അവരതിന്റെ അതോറിറ്റി അല്ല. അതാ ഒമാക്കാനു ഔലിയാഹു, അവരതിന്റെ അധികാരികളല്ല. ഇന്ന ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ, നിശ്ചയം അതിന്റെ അധികാരികൾ ഭക്തന്മാര് മാത്രമാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷെ അധികരിച്ച ആളുകളും കാര്യമറിയുന്നില്ല. അതായത് പള്ളി പരിപാലിക്കാനുള്ള അധികാരം വാസ്തവത്തിൽ സത്യനിഷേധികളായ ആളുകൾക്കില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. നോക്കൂ, വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു തആല സൂറത്തു തൗബയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മാകാന ലിൽ മുശ്രികീന അയ്യഅ്മുറു മസാജിദല്ലാഹി ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ ഉലൈക ഹബിതത് അഅമാലുഹും വഫിന്നാരി ഹും ഖാലിദൂൻ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. സൂറത്ത് തൗബയുടെ 17-18 ആയത്തുകളിൽ അല്ലാഹു തആല വിശദീകരിച്ചു, ബഹുദൈവാരാധകന്മാർക്ക് പള്ളി പരിപാലിക്കാൻ അവരെ അവിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ആ പണി നിർവഹിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല. കാരണം പ്രവർത്തനങ്ങളെല്ലാം ഫലശൂന്യമാണ്. നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടവരുമാണവർ. പിന്നെ ആർക്കാണ് അതിന് യോഗ്യതയുള്ളത്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും സത്യവിശ്വാസം പുലർത്തുകയും വഅഖാമസ്സലാത്ത വആത്ത സക്കാ, നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് മാത്രമേ വാസ്തവത്തിൽ പള്ളി പരിപാലിക്കാൻ അർഹതയുള്ളൂ. അപ്പൊ ഇക്കാലത്തും നമ്മൾ ചിന്തിക്കണം, വളരെ മോശമായ സ്വഭാവങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ പള്ളിയുടെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാകുന്നത് അത് വിശുദ്ധ ഇസ്ലാമിന്റെ സ്പിരിറ്റിനെതിരാണ് എന്ന് മനസ്സിലാക്കണം.
നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആൻ ഇവരുടെ ഈ അതിക്രമത്തെക്കുറിച്ച് കൃത്യമായി ഉണർത്തിയിരിക്കുകയാണ്. അവർ പള്ളിയിൽ നിന്ന് ജനങ്ങളെ തടയുന്നു. യഥാർത്ഥത്തിൽ അത് തടയാൻ മാത്രം അവരാരല്ലതാനും, അതിന് അർഹരല്ലതാനും. അതോടൊപ്പം തന്നെ അവരുടെ അടുത്ത കുഴപ്പം ഒമാക്കാന സ്വലാത്തുഹും ഇന്ദൽ ബൈത്തി, കഅബത്തിന്റെ അടുത്ത് അവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ നിസ്കാരം ആയിരുന്നില്ല ഇല്ല മുക്കാഅമത്തസ്തിയതൻ, ചൂളം വിളിയും കയ്യടിക്കലുമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനമായ പള്ളിയോടുള്ള ബഹുമാനം കാത്തുസൂക്ഷിക്കുന്നതിന് പകരം ആ പള്ളിയുടെ പരിസരം അങ്ങേയറ്റം മോശമായ ഒരു ശൈലിയിലേക്ക്, ആഭാസകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് അവർ സ്വീകരിച്ചത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഫദൂഖുൽ അദാബ ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധികളായ കാരണത്താൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക, രുചിച്ചു നോക്കുക എന്ന് അവരോട് പറയപ്പെടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ്, സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ വളരെ മോശമായ ഒരു സ്വഭാവം, ഇന്നല്ലദീന കഫറു, നിശ്ചയം സത്യനിഷേധികൾ, യുംഫിഖൂന അംവാലഹും, അവരുടെ സമ്പത്ത് അവർ ചെലവാക്കുന്നു, ലിയസുദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടി, ഫസയുംഫിഖൂനഹ, അതവർ ചെലവാക്കും, സുമ്മത്തക്കൂനു അലൈഹിം ഹസറത്തൻ, എന്നിട്ടത് അവരുടെ മേലിൽ ഒരു നഷ്ടമായി തീരുകയും ചെയ്യും, സുമ്മയുഗലബൂൻ, പിന്നീട് അവർ പരാജയപ്പെടുത്തപ്പെടുകയും ചെയ്യും. വല്ലദീന കഫറു ഇലാ ജഹന്നമ യുഹ്ശറൂൻ, സത്യനിഷേധികൾ ജഹന്നം എന്ന നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ പ്രഭ ഊതിക്കെടുത്താൻ വേണ്ടി, അതിന്റെ പ്രകാശം നശിപ്പിക്കാൻ വേണ്ടി സത്യനിഷേധികളായ ആളുകളുടെ ഓരോ പ്രവർത്തനങ്ങളെയും അല്ലാഹു തആല വരച്ചു കാട്ടുകയാണ്. നേരത്തെ അവരുടെ ശാരീരികമായ ആരാധനകളിലുള്ള വൈകല്യമാണ് ചൂണ്ടിക്കാണിച്ചതെങ്കിൽ സാമ്പത്തിക വ്യവഹാരത്തിന്റെ രംഗത്ത് അവർക്കുള്ള വൈകല്യം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇവിടെ. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് അവന്റെ പൊരുത്തത്തിന് ഉപയുക്തമാകും വിധത്തിൽ അത് ക്രയവിക്രയം ചെയ്യാനാണ്, അല്ലാതെ തോന്നിയതുപോലെ പ്രവർത്തിക്കാനോ ചെലവാക്കാനോ പറ്റിയതല്ല. സമ്പത്ത് നമ്മുടെ അടുത്ത് അല്ലാഹു അമാനത്തായി ഏൽപ്പിക്കുന്നതാണ്. തെറ്റിനു വേണ്ടി അത് ചെലവഴിക്കുമ്പോൾ നാം ചോദ്യം ചെയ്യപ്പെടുമെന്ന ഓർമ്മ അത് വേണ്ടതാണ് വാസ്തവത്തിൽ. എന്നാൽ ഈ സത്യനിഷേധികൾ അവരുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയാൻ വേണ്ടി അവർ ചെലവാക്കുന്നു. ഇത് ഏതു സംഭവത്തെക്കുറിച്ചാണ് എന്ന ചർച്ചയിൽ വിവിധ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ബദർ യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധത്തിന് വന്ന മുശ്രിക്കുകൾക്ക് ഭക്ഷണം കൊടുത്തവരെ കുറിച്ചാണെന്നും 12ഓളം ഖുറൈശി നേതാക്കന്മാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നുവെന്നും അതിന് ഒട്ടകങ്ങളെയും മറ്റുമൊക്കെ സംഭാവന ചെയ്തുകൊണ്ട് ആ പണി നിർവഹിച്ചതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്നൊരു അഭിപ്രായമുണ്ട്. അബൂ സുഫിയാൻ ഉഹദ് യുദ്ധത്തിന്റെ അന്ന് ധാരാളം പണം സംഭരിച്ച് ആ മുസ്ലിമീങ്ങൾക്കെതിരെ ചെലവാക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചതെന്ന് വേറെയും അഭിപ്രായമുണ്ട്. അതോടൊപ്പം തന്നെ പലവിധം ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള തെറ്റിനു വേണ്ടിയുള്ള സഹായങ്ങളുടെ നിലപാട് അത് ആരെടുത്താലും ആ എടുക്കുന്നവർക്കെല്ലാം ഇത് ബാധകമാണ്. ഇപ്പൊ സത്യത്തെ തകർക്കാൻ വേണ്ടി, ഇസ്ലാമിന്റെ പ്രഭ ഊതിക്കെടുത്താൻ വേണ്ടി ആരെയൊക്കെ സഹായിച്ചോ ആ സഹായിക്കുന്നതെല്ലാം ഈ ഗണത്തിൽ പരിഗണിക്കപ്പെടുന്നതാണ്. കാരണം ഇസ്ലാമിന്റെ ഒരു പൊതുതത്വമുണ്ട്. മക്കത്തെ മുശ്രിക്കുകൾ ചെയ്ത ഒരു പ്രവർത്തനത്തെയാണ് അല്ലാഹു തആല ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും വലാകിനൽ ഇബ്റത ബിഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസി സബബി, ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായതെങ്കിലും അതിലേക്ക് മാത്രം ലിമിറ്റഡ് അല്ലാതെ അതേ സ്വഭാവം സ്വീകരിക്കുന്നവർക്കൊക്കെ ബാധകമാണ്. അപ്പൊ ഇന്ന് ജീവിക്കുന്ന നമ്മളും ചിന്തിക്കണം, അള്ളാഹുവിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന്, സത്യവിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള ശൈലി അത് നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന്, അറിഞ്ഞോ അറിയാതെയോ അത്തരം അബദ്ധം പറ്റുന്നുണ്ടോ എന്ന് നന്നായി ചിന്തിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് പകരം അള്ളാഹിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയാൻ വേണ്ടി പണം ചെലവാക്കിയ അവിശ്വാസികൾ അതവർ ചെലവാക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവർക്ക് നഷ്ടമായി മാറും എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ അവർ പരലോകത്ത് ക്രൂശിക്കപ്പെടും. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ പണം ചെലവാക്കി കഷ്ടപ്പെട്ടാലും അവർക്ക് വിജയമുണ്ടാവില്ല. സുമ്മയുഗലബൂൻ, അവർ പരാജയപ്പെടുത്തപ്പെടുകയും ചെയ്യും. സത്യനിഷേധികളായ ആളുകൾക്ക് ഭൂമിയിൽ തന്നെ ഇவ்விധത്തിലുള്ള പരീക്ഷണങ്ങളും വഷളത്തരങ്ങളും ഒക്കെ സംഭവിച്ചതിനു ശേഷം പിന്നീട് അവർ ജഹന്നം എന്ന നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും വലിയ വഷളന്മാരായി മാറുന്ന, അതുപോലെ പരാജിതരായി മാറുന്ന
ഒരു പ്രക്രിയക്കാണ് സത്യനിഷേധത്തിനു വേണ്ടി പണം ചെലവാക്കുന്ന സാധുക്കളായ ആളുകൾ എത്തിപ്പെടുന്നത് എന്നാണ് ഖുർആനിന്റെ താക്കീത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയമീസ് അല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്? ലിയമീസ് അല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബ്, നല്ലതിനെ ചീത്തയിൽ നിന്ന് വേർതിരിച്ചു മനസ്സിലാക്കാനാണ്. അവിശ്വാസിയുടെ ശൈലിയും വിശ്വാസിയുടെ സ്വഭാവവും അത് രണ്ടും വേർതിരിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ വയജഅൽ ഖബീസ ബഅലഹു അലാ ബഅലിൻ, ചീത്തയെ ചിലതിന്റെ മേലിലാക്കി ഫയർകുമഹു ജമീഅൻ, അതൊക്കെ കൂടെ കൂമ്പാരമാക്കി മാറ്റിയിട്ട് അതൊക്കെ കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഫയജഅലഹു ഫീ ജഹന്നം, അതിനെ ജഹന്നമിലാക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വിശദീകരിക്കുന്നത്. ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ പരാജയപ്പെട്ടവർ തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ സത്യനിഷേധത്തിനു വേണ്ടി പരസ്പരം സഹായിക്കുന്നവർ, ആ സഹായികളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിച്ച് അണിനിരത്തി അവരെ നരകത്തിലേക്ക് താഴ്ത്തുകയാണ് ചെയ്യുക, നരകത്തിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുക. അതേസമയത്ത് സത്യവിശ്വാസികൾ അവരൊരിക്കലും തന്നെ അരുതായ്മക്ക് അനാവശ്യത്തിന് പണം ചെലവാക്കുന്നവരോ ചെലവഴിക്കുന്നവരോ അല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇവിടെ വിശദീകരിക്കുകയാണ്. ഖുൽ ലില്ലദീന കഫറു, സത്യനിഷേധികളോട് നബിയെ തങ്ങൾ പറയുക, ഇൻ യൻതഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്, അവർ ഇത്തരത്തിൽ അബദ്ധങ്ങളൊക്കെ കുറെ ചെയ്തു കൂട്ടിയെങ്കിലും അതിൽ നിന്നൊക്കെ അവർ വിരമിക്കുകയാണെങ്കിൽ, അബദ്ധം മനസ്സിലായി ആളുകളെ തിരുത്താൻ തയ്യാറായാൽ, വിവേകം വൈകൂതിച്ചാലും സ്വാഗതാർഹമാണ് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഇത്തരം അരുതായ്മകൾ പലതും സംഭവിച്ചു, പ്രകോപനപരമായ പ്രവർത്തനങ്ങളിൽ പലതിലും നിങ്ങൾ ഇടപെട്ടു. എന്നാലും നിങ്ങൾ നിരാശരാവേണ്ടതില്ല. നിങ്ങളുടെ മുന്നിലും അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് കടന്നുവരാനുള്ള കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുന്നിലേക്കും നന്നാവാനുള്ള ഓപ്ഷൻ വെച്ചു കൊടുക്കുകയാണ്. എന്താണ്? ഖുൽ, തങ്ങൾ പറയൂ, ലില്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകളോട്, ഇൻ യൻതഹു, നിങ്ങൾ ഇത്തരത്തിലുള്ള വേണ്ടാത്തവരങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണെങ്കിൽ, യുഗ്ഫർ ലഹും മാ ഖദ് സലഫ, നേരത്തെ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ അരുതായ്മകൾ നിങ്ങൾക്ക് പൊറുക്കപ്പെടുന്നതാണ്. അതേസമയത്ത് വയ്യഴുതു, വീണ്ടും ഇതേ ഗുരുതരമായ കുറ്റങ്ങളിലേക്ക് ആവർത്തിക്കാനാണ്, അതിലേക്ക് മടങ്ങാനാണ് പ്ലാനെങ്കിലോ ഫഖദ് മദത്തു സുന്നത്തുൽ അവ്വലീൻ, ആദ്യകാലക്കാരുടെ ചര്യ അത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധം ഒരു ജീവിത പദ്ധതിയാക്കി മാറ്റി അതിലൂടെ കടന്നു പോകുന്ന സ്വഭാവം സ്വീകരിക്കുക എന്നത് തന്നെയാണ്. സത്യത്തിന്റെ പക്ഷത്തേക്ക് ഞങ്ങൾ വരില്ല, നേരിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല, അനീതിക്കും അരുതായ്മക്കും കട്ട സപ്പോർട്ടുമായി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കും എന്ന ഒരു അഹങ്കാരത്തിന്റെ സ്വഭാവമോ ശൈലിയോ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആദ്യകാലക്കാരുടെ പതിവ് അത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരിലെ നടപടികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ആദ്യ സമൂഹം, സമൂദ് ഗോത്രം, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത അടക്കം ഒട്ടനവധി ധിക്കാരികളായ പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വിവിധ ശിക്ഷകൾ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയ ശിക്ഷയുടെ അതേ ആവർത്തനം നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാം. അതുകൊണ്ട് അത്തരമൊരു അബദ്ധത്തിലേക്ക് ചെന്നു ചാടാതിരിക്കാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പാലിക്കുക. കഴിഞ്ഞകാല ജീവിതത്തിൽ അബദ്ധങ്ങൾ തിരുത്താൻ നിങ്ങൾ കൃത്യമായും ഇസ്ലാമിന്റെ രാജവീതിയിലേക്ക് കടന്നുവരിക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഇനി ഫഖദ് മദത്തു സുന്നത്തുൽ അവ്വലീൻ, ആദ്യകാലക്കാരുടെ ചര്യ പതിവ് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഇവരുടെ തന്നെ വേണ്ടപ്പെട്ട പലരും ബദറിൽ കൊല്ലപ്പെട്ടതിനെ സൂചിപ്പിച്ചുകൊണ്ടാണെന്ന പരാമർശനവും അഭിപ്രായവും പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. അതായത് വില്ലാളി വീരന്മാരായ അബൂജഹലിനെ പോലെ, ഉത്ബത്തിനെ പോലെ, ഷെയ്ബത്തിനെ പോലെ, അസ്വദിനെ പോലെ എത്രയെത്ര ആളുകളാണ് ബദർ യുദ്ധത്തിൽ പിടഞ്ഞു വീണത്, മുസ്ലിമീങ്ങളോട് പ്രതികരിച്ച് നിൽക്കാനാകാതെ, പ്രതിരോധിച്ച് നിൽക്കാനാകാതെ തകർന്നു തരിപ്പണമായത്. അതേപോലത്തെ ദുരന്തങ്ങൾ, അതുപോലെയുള്ള തിരിച്ചടികൾ അത് നിങ്ങളെ ബാധിക്കുമെന്ന വ്യാഖ്യാനവും ചില പണ്ഡിതന്മാർ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഏതായാലും സത്യനിഷേധവുമായി കഴിഞ്ഞവർക്ക്, അരുതായ്മകളുമായി കഴിഞ്ഞവർക്ക് അല്ലാഹു തആല പ്രതീക്ഷയുടെ വാതിൽ കൊട്ടിയടക്കുന്നില്ല
എന്ന് ശ്രദ്ധേയമാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ